ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന 2 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൽക്കഹോളിൻ്റെ പേരിലാണ്. അമേരിക്കയുടെ ഭരണഘടനയ്ക്കാണ് ഈ ഒരു അവസരം കിട്ടിയതെന്ന് നമുക്ക് പറയാം. അമേരിക്കയിലെ 18ാമത്തെ ഭരണഘടനാ ഭേദഗതി അവിടെ ആൽക്കഹോളിൻ്റെ ഉൽപ്പാദനവും വിതരണവും ഒക്കെ ഇല്ലീഗലാക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ അത് നിരോധിച്ചു കൊണ്ടുള്ളതായിരുന്നു. എന്നാൽ അതിനുശേഷം 1933 ഈ നിരോധനം നടക്കുന്നത് 1919 1933 21ാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 18ാമത്തെ ഭേദഗതിയെ ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ളതായിരുന്നു. അതായത് അമേരിക്ക ഒരു ഭരണഘടനാ ഭേദഗതി ആൽക്കഹോളിനെ ബാൻ ചെയ്തുകൊണ്ടാണെങ്കിൽ ആ ബാൻ നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് 21ാമത്തെ അടുത്തൊരു ഭേദഗതി ഉപയോഗിച്ചത്. എന്താണ് അവിടെ സംഭവിച്ചത്? ആൽക്കഹോൾ നിരോധനം വന്നതോടുകൂടി അവിടെ ആൽക്കഹോൾ ബ്ലാക്ക് മാർക്കറ്റിൽ ലഭിക്കാൻ തുടങ്ങി. ഒരുപാട് തരത്തിലുള്ള സാമൂഹിക പ്രശ്നങ്ങൾ, ക്രൈം റേറ്റ് വരാൻ തുടങ്ങി. ഇല്ലീഗൽ ഒരു ബ്ലാക്ക് മാർക്കറ്റ് വളരുന്നതിനോടൊപ്പം തന്നെ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ അളവ് കൂടി. ഒരുപാട് രീതിയിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ഈ ഐഡിയ ഒരു റോങ് ഐഡിയ ആണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തതോടുകൂടിയാണ് 2ാമത്തെ ഭേദഗതി കൊണ്ട് അതവർ ക്യാൻസൽ ചെയ്യുന്നത്. ആലോചിക്കണം, സാധാരണ ഒരു നിയമനിർമ്മാണമല്ല ഒരു രാജ്യത്തിൻ്റെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്തതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആൽക്കഹോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ര അവഗണിക്കാവുന്ന ഒന്നല്ല. അത്രയധികം രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സ്വാധീനമുള്ള ഒരു രാസവസ്തുവാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് ആൽക്കഹോളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് തരത്തിൽ സൈക്കോ ആക്റ്റീവായിട്ടുള്ള മനുഷ്യൻ്റെ മാനസിക അവസ്ഥകളെ സ്വാധീനിക്കാൻ കഴിയുന്ന വസ്തുക്കളെ നമ്മൾ സിന്തറ്റിക് ഡ്രഗ്സ് എന്നൊക്കെ പലതവണ പറയുന്നത് കേൾക്കുന്നുണ്ട് ഇപ്പോൾ ചുറ്റും. ആ ഒരു ചർച്ച ചൂടുപിടിച്ചിരിക്കുന്ന സമയത്താണ് പൊതുവെ ഈ കൂട്ടത്തിൽ മിണ്ടാതെ അല്ലെങ്കിൽ സൈലൻ്റായി ഒളിച്ചു കടത്തപ്പെടുന്ന ആൽക്കഹോളിനെ കുറിച്ച് ഒരല്പം സയൻസ് നമുക്ക് സംസാരിക്കേണ്ടത്. മനുഷ്യ സംസ്കാരത്തിൽ ആൽക്കഹോളിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ പങ്ക് ചെറുതൊന്നുമല്ല. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന നമുക്ക് ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 7000 BC എന്ന് പറഞ്ഞാൽ 10-10,000 വർഷം മുമ്പെങ്കിലും മനുഷ്യൻ ആൽക്കഹോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ചൈനീസ് സംസ്കാരത്തിൽ അവർ അരിയോ പഴങ്ങളോ ഒക്കെ വാറ്റി ഫെർമെൻറ്റ് ചെയ്യിച്ച് അതിൽ നിന്നും ആൽക്കഹോൾ ഉണ്ടാക്കിയതായിട്ട് രേഖകളുണ്ട്. അതിനുശേഷം 3000-3500 BC-കളിലൊക്കെ നിലനിന്നിരുന്ന മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിലും ബിയർ അവരുണ്ടാക്കിയിരുന്നതായിട്ട് തെളിവുകളുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കാവുന്നതിന് വിശദീകരിക്കുന്ന ക്ലേ ടാബ്ലറ്റ്, കളിമൺ ഫലകങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പല പുരാണ കൃതികളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൽക്കഹോൾ ഉപയോഗം വളരെ സ്വാഭാവികമാണെന്ന മട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ പുരാണങ്ങളിൽ തന്നെ ദേവന്മാർ സോമരസം ഉപയോഗിച്ചിരുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ആയുർവേദത്തിലെ പല എഴുത്തുകളിലും ചിലയിടങ്ങളിൽ ഇതൊരു വിഷവസ്തുവായിട്ടും ചിലയിടങ്ങളിൽ ഇതൊരു മരുന്നായിട്ടും ആൽക്കഹോളിനെ, അതായത് 2 വശങ്ങളുമുള്ള ഒരു സംഗതിയായിട്ട് മദ്യത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് 10,000-കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യൻ മദ്യം ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവസാനത്തെ ഏതാനും നൂറ്റാണ്ടുകളിലാണ് മദ്യത്തെ ഫെർമെൻറ്റ് ചെയ്യുന്നതിനപ്പുറം, അതായത് പഴങ്ങളൊക്കെ ഇട്ട് അതിനെ പുളിപ്പിച്ച് അതിൽ നിന്നും ആൽക്കഹോൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് അപ്പുറം ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രക്രിയ വഴി ആൽക്കഹോൾ കോൺസെൻട്രേഷൻ കൂട്ടി നമ്മൾ ഇന്ന് പറയുന്ന കുറച്ചുകൂടി ആൽക്കഹോളിക് ആയിട്ടുള്ള ബ്രാൻഡി, വിസ്കി, റം ഇങ്ങനെയുള്ള ആൽക്കഹോളിക് പാനീയങ്ങൾ ഉണ്ടാക്കാനുള്ള സാങ്കേതികവിദ്യ നമ്മൾ ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ. പക്ഷേ പ്രകൃതിയിൽ ഏതെങ്കിലും രീതിയിൽ ആൽക്കഹോൾ കിട്ടുമെങ്കിൽ അത് എക്സ്ട്രാക്ട് ചെയ്യാൻ മനുഷ്യൻ ശ്രമിച്ചിട്ടുണ്ട്. ആന്ത്രപ്പോളജിയിലെ ചില ശാസ്ത്രജ്ഞരെങ്കിലും വിശ്വസിക്കുന്നത് മനുഷ്യൻ കൃഷി കണ്ടുപിടിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മോട്ടിവേഷൻ തന്നെ ആൽക്കഹോൾ ആയിരുന്നു എന്നുള്ളതാണ്. അതായത് ഭക്ഷണത്തിന് അത്ര വലിയ ക്ഷാമമൊന്നുമില്ല, അല്ലെങ്കിൽ ഭക്ഷണം കണ്ടെത്തുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നില്ല. പക്ഷേ മദ്യം കണ്ടെത്തുന്നത്, സ്വാഭാവികമായി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായതിനാൽ ധാന്യങ്ങൾ വാറ്റി മദ്യം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടി കൃഷിയെ നമ്മൾ കൂടുതൽ പരിപോഷിപ്പിക്കുന്നതിൽ ഒരു മോട്ടിവേഷനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ചരിത്രത്തിൽ മനുഷ്യനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുള്ള, ഇപ്പോഴും നമ്മൾ നോക്കിയാൽ സ്വാധീനിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു പാനീയമാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷി പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷ്യലഭ്യതയാണ് സ്വാധീനിച്ചതെങ്കിൽ അതിനോടൊപ്പം തന്നെ മദ്യത്തിനും അവിടെ ഒരു റോൾ ഉണ്ടായിരുന്നു. നമ്മൾ വായിലൂടെ കഴിക്കുന്നത് എന്തും, അത് എന്തെങ്കിലും തരത്തിലുള്ള ജ്യൂസ് പോലുള്ള പാനീയങ്ങളായാലും ഭക്ഷണമായാലും ഒക്കെ നമ്മൾ ഭക്ഷണം എന്ന രീതിയിൽ പോഷക സ്രോതസ്സായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഇതേ ചാനലിൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്, എന്താണ് ഭക്ഷണത്തിൻ്റെ സയൻസ് എന്നുള്ളത്. ഭക്ഷണം പോലെ തന്നെ നമ്മൾ വായിലൂടെ അകത്തേക്ക് എടുക്കുന്നതാണ് ആൽക്കഹോളെങ്കിലും ഭക്ഷണം
മറ്റ് ഭക്ഷണ വസ്തുക്കളുമായിട്ട് താരതമ്യം ചെയ്യാവുന്ന ഒന്നേ അല്ല ആൽക്കഹോൾ. അതായത് നമ്മൾ അവിടെ പറഞ്ഞ കാര്യങ്ങളാണ്. ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ, അത് ഷുഗർ ആയിക്കൊള്ളട്ടെ, പ്രോട്ടീൻസ് ആയിക്കൊള്ളട്ടെ, അങ്ങനെയുള്ള ഫാറ്റ് ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള മനുഷ്യന് ഊർജ്ജം എക്സ്ട്രാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെയാണ്, അല്ലെങ്കിൽ ശരീരം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള, ബോഡി ബിൽഡിങ്ങിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെയാണ് നമ്മൾ ഭക്ഷണത്തിലൂടെ സ്വീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആൽക്കഹോളിലേക്ക് വരുമ്പോൾ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും ആൽക്കഹോളിന് ഒരുപാട് തരത്തിലുള്ള വ്യത്യാസമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, ആൽക്കഹോളിന് ഒരു ഡൈജഷൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ ആൽക്കഹോളിനെ ദഹിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ പൊതുവെ ഭക്ഷണമായിട്ട് കഴിക്കുന്നതെല്ലാം ഈ ന്യൂട്രിയൻസ് അതേപടി നമുക്ക് കിട്ടില്ല, അത് മറ്റു രൂപത്തിലാണ് അവിടെ ഇരിക്കുന്നത്. അതിനെ ശരീരത്തിലെ പല രീതിയിലുള്ള പ്രോസസ്സുകളിലൂടെ കടത്തിവിട്ട് ദഹന പ്രക്രിയയിലൂടെ ഈ പോഷകങ്ങളായിട്ട് വിഘടിപ്പിച്ചിട്ട് അതിനെയാണ് ശരീരം ആഗിരണം ചെയ്യുന്നത്. ആൽക്കഹോളിന് ഇത്തരത്തിലൊരു ഡൈജഷൻ പ്രോസസ്സിൻ്റെ ആവശ്യമില്ല. ഇനി ആൽക്കഹോൾ ഡൈജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ആൽക്കഹോളിനെ നേരിട്ട് അബ്സോർബ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് സാധിക്കും. അതായത് പോഷകങ്ങൾ എന്ന് വിളിക്കുന്ന വസ്തുക്കളെ മാത്രമല്ല, അല്ലെങ്കിൽ അത്തരം രാസതന്മാത്രകളെ മാത്രമല്ല, ആൽക്കഹോളിനെയും ശരീരത്തിന് നേരിട്ട് ആഗിരണം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആൽക്കഹോളിന് ഒരു ന്യൂട്രിയൻ്റ് കണ്ടൻറ്റ് ഇല്ലാതെ തന്നെ നേരിട്ട് ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അതിന് ഊർജം കൈവരിക്കാനുള്ള കഴിവുണ്ട്. അല്ലെങ്കിൽ ആൽക്കഹോൾ ഒരു എനർജി സോഴ്സാണ്. പ്രോട്ടീനും ഷുഗറിനും ഒന്നും ഇല്ലാത്ത അതിൽ കൂടുതൽ ഊർജ്ജം പ്രദാനം ചെയ്യാൻ ആൽക്കഹോളിന് സാധിക്കും. ആൽക്കഹോളിനെ ഡൈജസ്റ്റ് ചെയ്യാതെ നേരിട്ട് ശരീരത്തിന് ആഗിരണം ചെയ്യാനും സാധിക്കും. ഇനി ഇങ്ങനെ ആഗിരണം ചെയ്യപ്പെടുന്ന പോഷക വസ്തുക്കളുമായിട്ട് ഇങ്ങനെ ആഗിരണം ചെയ്യുന്ന ആൽക്കഹോളിനെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. അത് മറ്റ് പോഷകങ്ങൾക്ക് മുകളിൽ പ്രയോറിറ്റി കിട്ടുന്ന ഒരു രാസതന്മാത്രയാണ് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോൾ. അതായത് ശരീരത്തിലേക്ക് ആൽക്കഹോൾ എത്തിക്കഴിഞ്ഞാൽ ഈ നമ്മളുടെ ദഹന വ്യവസ്ഥയിൽ നിന്നും രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുമ്പോൾ പ്രോട്ടീനും ഫാറ്റും ഷുഗറും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ ആൽക്കഹോൾ കൂടി ചെന്ന് കഴിഞ്ഞാൽ ശരീരം പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആൽക്കഹോളിനെയാണ്. ആൽക്കഹോൾ എടുത്തതിന് ശേഷം മതി ഈ പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മെറ്റബോളിക് പ്രയോറിറ്റി ആൽക്കഹോളിന് നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ആൽക്കഹോൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ശരീരം ആൽക്കഹോളിനെ ഒരു വിഷവസ്തുവായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് എത്രയും പെട്ടെന്ന് ഈ സാധനം ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെടണം, എന്നിട്ട് മതി ബാക്കി മെറ്റബോളിസം, ബാക്കി പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ മെറ്റബോളിസം അത് കഴിഞ്ഞ് മതി എന്ന മട്ടിൽ ആൽക്കഹോളിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റ് പോഷക വസ്തുക്കൾ ആഗിരണം ചെയ്യുമ്പോൾ ഇല്ലാത്ത ഒരു വ്യത്യാസം ആൽക്കഹോൾ ആഗിരണം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്, ആൽക്കഹോളിന് ഒരു സൈക്കോ ആക്റ്റീവ് സ്വഭാവമുണ്ട്. എന്ന് വെച്ചാൽ മാനസികമായി നമ്മളെ സ്വാധീനിക്കാവുന്ന, നമ്മുടെ ചിന്തകളെ ഉൾപ്പെടെ നമ്മുടെ മസ്തിഷ്ക പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാനുള്ള കഴിവ് ആൽക്കഹോളിന് ഉണ്ട്. അപ്പോൾ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളോടൊപ്പമാണ് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോൾ ഒരു സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനമുള്ള ഒരു രാസവസ്തുവാണ്. ഇനി നമുക്ക് ശരീരത്തിലേക്ക് ഒരാൾ ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ, ആൽക്കഹോൾ കൺസ്യൂം ചെയ്തു കഴിഞ്ഞാൽ ഈ ആൽക്കഹോളിന് എന്താണ് ശരീരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പടിപടിയായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. പറഞ്ഞതുപോലെ ആൽക്കഹോളിന് ഡൈജഷൻ്റെ ആവശ്യമില്ല. ആൽക്കഹോൾ നമ്മുടെ ഒരു ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മളൊരാൾ ആൽക്കഹോൾ കുടിച്ചു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ആൽക്കഹോൾ ബ്ലഡിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട് തുടങ്ങും, അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ അബ്സോർപ്ഷൻ തുടങ്ങും. അത് ഏത് കണ്ടീഷനിലാണ്, എത്ര കോൺസെൻട്രേഷനിലാണ് ആൽക്കഹോൾ എത്തുന്നത്, പിന്നെ അതിന് പുറമെ കഴിക്കുന്ന ആളിൻ്റെ ജനിതകമായിട്ടുള്ള സവിശേഷതകൾ, ഇങ്ങനെ പല ഘടകങ്ങളും ഇത് നേരിയ വ്യത്യാസങ്ങൾ വരുത്താം. വെറും വയറ്റിലാണെങ്കിൽ വളരെ പെട്ടെന്ന് ഈ അബ്സോർപ്ഷൻ നടക്കും. അതായത് 10 മിനിറ്റിനുള്ളിൽ ആൽക്കഹോൾ അബ്സോർപ്ഷൻ നടക്കും. സാധാരണഗതിയിൽ പോഷകങ്ങളുടെ നല്ലൊരു പങ്കും അബ്സോർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോഷകങ്ങളുടെ അബ്സോർപ്ഷൻ നടക്കുന്നത് കുടലിനുള്ളിൽ വെച്ചാണ്, അല്ലെങ്കിൽ ചെറുകുടലിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്നാണ് നമ്മൾ പൊതുവിൽ കാണുന്നത്. പക്ഷേ ആൽക്കഹോളിൻ്റെ ഒരു 20% ആമാശയത്തിൽ വെച്ച്, സ്റ്റൊമക്കിൽ വെച്ച് തന്നെ അബ്സോർപ്ഷന് വിധേയമാകും. അത് കഴിഞ്ഞിട്ട് ബാക്കിയാണ് ഇൻഡസ്റ്റൈനിൽ നിന്നും ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ ഇതിലേക്കുള്ള ഈ ആഗിരണം നടന്നിട്ടുണ്ടാവും. ആ 10 മിനിറ്റ് മുതൽ പിന്നെ ഒരു 30 മിനിറ്റ് വരെയുള്ള സമയം കൊണ്ട് നമ്മുടെ ബ്ലഡ് ആൽക്കഹോൾ ലെവൽ ഉയരും. ശരീരത്തിൽ ഈ ബ്ലഡ് ആൽക്കഹോൾ ഉയരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതുകൊണ്ട് ആൽക്കഹോളും അതിനോടൊപ്പം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇനി ഒരു 45 മിനിറ്റ് മുതൽ ഒരു 1.5 മണിക്കൂർ വരെയുള്ള സമയം, ആ സമയത്തായിരിക്കും നമ്മൾ കഴിച്ച ആൽക്കഹോളിൻ്റെ ആ ആൽക്കഹോൾ കാരണം നമ്മുടെ ബ്ലഡ് ആൽക്കഹോൾ ലെവൽ ഏറ്റവും പീക്കിലെത്തുന്നത്, അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ പ്രഭാവങ്ങളുടെ മാക്സിമം സംഭവിക്കുന്നത് നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്ത് ഒരു 1/2 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ നീളം വരുന്ന ആ ഒരു ഗ്യാപ്പിലായിരിക്കും ഇത് സംഭവിക്കുന്നത്. ആവർത്തിക്കുന്നു, ഏത് തരത്തിലുള്ള ആൽക്കഹോളിക് ഡ്രിങ്കാണ് കഴിച്ച ആളുടെ ശരീര സ്വഭാവം എന്താണ്, എന്തിനോടൊപ്പമാണ് കഴിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കനുസരിച്ച് ഈ സമയത്തിൻ്റെ കണക്കിൽ ഈ റേഞ്ചിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാമെന്നുണ്ടെങ്കിലും
ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് ശരീരത്തിൽ ആൽക്കഹോൾ നീങ്ങി തുടങ്ങുന്നത്. രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ആൽക്കഹോൾ നേരിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തും നമ്മൾ പറഞ്ഞെങ്കിലും ആൽക്കഹോളിന് അതേപടി രക്തത്തിൽ നിൽക്കാൻ കഴിയില്ല. ആ ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആൽക്കഹോൾ അബ്സോർബ് ചെയ്യപ്പെട്ട് പതിയെ അതിനാദ്യം സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ കരൾ ഈ ആൽക്കഹോളിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങും. അതായത് കരൾ പറഞ്ഞതുപോലെ ആൽക്കഹോളിനെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ആൽക്കഹോളിന് മറ്റ് പോഷകങ്ങളെ അപേക്ഷിച്ച് ഒരു മെറ്റബോളിക് പ്രയോറിറ്റി കിട്ടുന്നു എന്നതിന് പുറമെ ഈ ആൽക്കഹോളിനെ വിഘടിപ്പിച്ച് ശരീരത്തിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ലിവറാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ രണ്ട് പ്രധാനപ്പെട്ട എൻസൈമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന് ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ് എന്ന് പറയുന്നൊരു എൻസൈമാണ്. അത് ചെയ്യുന്നത് ഈ ആൽക്കഹോളിനെ ആൽഡിഹൈഡ് എന്ന് പറയുന്ന മറ്റൊരു ഓർഗാനിക് രാസവസ്തുവായിട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. അതിന് ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ സഹായിക്കുന്ന എൻസൈമാണ് ആൽക്കഹോൾ ഡീഹൈഡ്രജനേസ്. ഈ ആൽഡിഹൈഡ് എന്ന് പറയുന്നത് ഒരു വിഷവസ്തുവാണ്. ആൽക്കഹോളിനെ ഒരു വിഷവസ്തുവായിട്ട് ട്രീറ്റ് ചെയ്യാൻ കഴിയില്ലെന്നുണ്ടെങ്കിലും ആൽഡിഹൈഡ് അതിൻ്റെ ആൽക്കഹോളിൻ്റെ മെറ്റബോളിസം ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ആദ്യം ഉണ്ടാകുന്ന ഈ ആൽഡിഹൈഡുകൾ ഒരു ഒന്നാം തരം വിഷവസ്തുവാണ്. അത് ശരീരത്തിൽ നിന്നും വളരെ പെട്ടെന്ന് നീക്കം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ആൽഡിഹൈഡിനെ പിന്നെ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു എൻസൈമുണ്ട്. അത് ആൽഡിഹൈഡ് ഡീഹൈഡ്രജനേസ് ആണ്. അത് ആൽഡിഹൈഡിനെ അസറ്റേറ്റുകൾ എന്ന് പറയുന്ന ഓർഗാനിക് രാസവസ്തുക്കളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ആൽഡിഹൈഡ് അസറ്റേറ്റായി കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഈ പ്രോസസ്സ് സ്ലോ ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ആൽഡിഹൈഡ് ഡീഹൈഡ്രജനേസ് എൻസൈമിൻ്റെ പ്രവർത്തനം മന്ദഗതിയിലാവുകയോ അത് വേണ്ടത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ആൽഡിഹൈഡ് ശരീരത്തിൽ ബിൽഡപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് ഒരു ഇമ്മീഡിയറ്റ് ത്രെട്ടായിട്ടാണ് ശരീരം ട്രീറ്റ് ചെയ്യുന്നത്. മിക്കപ്പോഴും മദ്യപാനത്തിൻ്റെ ഫലമായിട്ട് ആൾക്കാർ ഛർദ്ദിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ വാള് വയ്ക്കുന്നു എന്ന് നമ്മൾ നാടൻ പ്രയോഗത്തിൽ പറയുന്ന ആ പ്രതിഭാസം നടക്കുന്നത് ഈ ആൽഡിഹൈഡിൻ്റെ അളവ് കൂടുന്നുള്ളതാണ്. ചില ആളുകൾക്ക് ജനിതകപരമായിട്ട് ഒരുപക്ഷെ ആൽഡിഹൈഡ് ഡീഹൈഡ്രജനേസിൻ്റെ പ്രവർത്തനം വേണ്ടത്ര എഫിഷ്യൻ്റായിട്ട് നടക്കുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ വളരെ പെട്ടെന്ന് മദ്യപാനത്തിന് തുടർന്ന് ഛർദ്ദിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ എന്തായാലും ആൽഡിഹൈഡിനെ അസറ്റേറ്റ് ആക്കി മാറ്റുന്നു. ഈ അസറ്റേറ്റിന് പിന്നെ ഓക്സിഡേഷൻ സംഭവിച്ച് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റിയിട്ട് ശരീരത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് നമ്മൾ നിശ്വാസവായുവിലൂടെയോ യൂറിനിലൂടെയോ ഒക്കെ പുറത്തേക്ക് കളയാനാണ് എപ്പോഴും ശരീരം ശ്രമിക്കുന്നത്. പക്ഷേ ഇതിനൊരു 3-6 മണിക്കൂർ സമയം മിനിമം എടുക്കും. 3 മണിക്കൂർ കഴിഞ്ഞാൽ പതിയെ ഈ ബ്ലഡ് ആൽക്കഹോൾ ലെവൽ താഴാൻ തുടങ്ങും. അപ്പോൾ ആൽക്കഹോൾ കാരണം ഉണ്ടാകുന്ന ഇഫക്ട്സ് പതിയെ ആ സമയത്ത് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഇതിനൊരു ലോങ് ടേം എഫക്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ആൽക്കഹോൾ ശരീരത്തിലെ പല രാസവസ്തുക്കളുടെയും സ്വാഭാവിക പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലെത്തിയ ആൽക്കഹോൾ BBB ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്ന ഒരു മതിൽ ചാടിക്കടന്ന് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് എത്തും. പിന്നെ മസ്തിഷ്കത്തിൽ അത് പല തരത്തിലുള്ള പ്രഭാവങ്ങൾ ഉണ്ടാക്കും. അതാണ് പൊതുവിൽ ഡ്രങ്ക് ആയിട്ടുള്ള ആളുകൾ, വെള്ളം അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് മദ്യപിച്ചിട്ടുള്ള ആളുകളിൽ നമ്മൾ കാണുന്ന പല ശാരീരിക വ്യത്യാസങ്ങളും പെരുമാറ്റപരമായിട്ടുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകുന്നതിന് കാരണം ഈ മസ്തിഷ്കത്തിൽ ആൽക്കഹോൾ നടത്തുന്ന ചില പരാക്രമങ്ങളാണ്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്ത് മസ്തിഷ്കത്തിലെത്തുന്ന ആൽക്കഹോൾ ചില രാസവസ്തുക്കളുടെ പ്രവർത്തനത്തെ ബൂസ്റ്റ് ചെയ്യും, ചില രാസവസ്തുക്കളുടെ പ്രവർത്തനത്തെ തടയും. നമുക്ക് അതൊന്ന് പരിശോധിക്കണം. തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ഓറിയൻറ്റഡ് രാസവസ്തു എന്ന് പറയുന്നത് ഗ്ലൂട്ടാമിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൂട്ടാമേറ്റ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്. മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾ തമ്മിലുള്ള പ്രവർത്തനങ്ങളെ അവയുടെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഗ്ലൂട്ടാമേറ്റുകളാണ്. മസ്തിഷ്കം ചെയ്യുന്നത് ഈ ഗ്ലൂട്ടാമേറ്റുകളുടെ ആക്ഷനെ തടയും. ഇനി ആൽക്കഹോൾ ബൂസ്റ്റ് ചെയ്യുന്നൊരു രാസവസ്തുണ്ട്, ഗ്യാബ എന്ന് വിളിക്കുന്ന മറ്റൊരു രാസവസ്തു, GABA എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഒരു രാസവസ്തു. ഗ്യാബ മസ്തിഷ്ക പ്രവർത്തനങ്ങളെ റിലാക്സ് ചെയ്യുന്നൊരു രാസവസ്തുവാണ്. ഈ ഗ്യാബയെ ആൽക്കഹോൾ ബൂസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അതേസമയം തന്നെ ഡോപ്പമിൻ എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള, ഈ ചാനലിൽ തന്നെ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള ഒരു രാസവസ്തുവാണ്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമിൻ. നമ്മുടെ മസ്തിഷ്കത്തിലെ റിവാർഡ് സെൻറ്ററുകളുമായിട്ട് ബന്ധപ്പെട്ട രാസവസ്തുവാണിത്. ഡോപ്പമിൻ്റെ പ്രവർത്തനത്തെ ആൽക്കഹോൾ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ഡോപ്പമിനെ ബൂസ്റ്റ് ചെയ്യുന്നു, ഗ്യാബയെ ബൂസ്റ്റ് ചെയ്യുന്നു, ഗ്ലൂട്ടാമേറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അതിനെ നിരുത്സാഹപ്പെടുത്തുന്നു. ഇനി എൻഡോർഫിനുകൾ എന്ന് പറയുന്ന രാസവസ്തുക്കൾ റിലീസ് ചെയ്യാൻ സഹായിക്കുന്നു. എൻഡോർഫിനുകൾ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന രാസവസ്തുക്കളാണ്. ശരീരത്തിന് ഒരു കാം ഫീൽ ചെയ്യുന്നതിന്, ഒരു റിലാക്സ്ഡ് ഫീൽ തരുന്നതിന് എൻഡോർഫിനുകൾ സഹായിക്കും. അപ്പോൾ ഈ മസ്തിഷ്കത്തിൽ ഈ ആൽക്കഹോൾ ചെല്ലും പല ആളുകൾക്കും ഒരു സുഖം അല്ലെങ്കിൽ ഒരു ശാന്തത അനുഭവപ്പെടുന്നതിന് കാരണം ഈ എൻഡോർഫിൻ റിലീസാണ്. അതുപോലെ ഒരു പ്ലഷർ, യൂഫോറിയ, വല്ലാത്തൊരു പരമാനന്ദം എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ പോലും ചിലപ്പോൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതിന് കാരണം ഡോപ്പമിനെ എൻഹാൻസ് ചെയ്യുന്നത് വഴി ഈ റിവാർഡ് സെൻറ്ററുകളെ ഈ മദ്യം ആക്ടിവേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്.
ഇനി ഗ്യാബ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്ലൂട്ടാമേറ്റ് ഇവയിലുള്ള ആക്ഷൻ ഉണ്ടാക്കുന്ന പ്രശ്നം, ഗ്യാബയെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സംഭവിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങളെ അത് മന്ദീഭവിപ്പിക്കാൻ കാരണമാവും, ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. ഗ്ലൂട്ടാമേറ്റിനെ തടയുകയാണ് ചെയ്യുന്നത്, അതും സെയിം ന്യൂറോണൽ ആക്ടിവിറ്റിയെ തടയും. ഇതിൻ്റെ ഫലമായിട്ട് പല തരത്തിലുള്ള വ്യത്യാസങ്ങളും നമ്മുടെ പെരുമാറ്റത്തിലുണ്ടാവും. ഈ മസ്തിഷ്കമാണല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശാരീരികമായിട്ടുള്ള കോർഡിനേഷൻ ആയിക്കൊള്ളട്ടെ, ചിന്തയായിക്കൊള്ളട്ടെ, സംസാരമായിക്കൊള്ളട്ടെ, എല്ലാം. അപ്പോൾ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ ബ്രെയിൻ കെമിസ്ട്രിയെ ആൽക്കഹോൾ സ്വാധീനിക്കുന്നതോടുകൂടി ഈ പറഞ്ഞ കുടിയന്മാരുടെ ലക്ഷണങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങും. ഒന്ന് സ്ലറി സ്പീച്ച്, സംസാരം കുഴയാൻ തുടങ്ങും, കോർഡിനേഷൻ പോവും, മൂവ്മെൻറ്റ് നമുക്ക് വിചാരിച്ച പോലെ സാധനങ്ങൾ നമ്മുടെ കൈപ്പിടി നിൽക്കത്തില്ല, സെറിബെല്ലത്തെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ബാലൻസ് നിൽക്കില്ല, നമ്മുടെ കോർഡിനേഷൻ പോകും, നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ കൈകാലുകളിൽ ചലിപ്പിക്കാൻ നമുക്ക് പറ്റിക്കോളണം എന്നില്ല. അതുപോലെ ചിന്ത സ്ലോ ഡൗൺ ചെയ്യാൻ തുടങ്ങും, ഫാസ്റ്റായിട്ട് ചിന്തിക്കാൻ കഴിയില്ല, നമ്മുടെ റിഫ്ലക്സ് സ്ലോ ആകും. നമ്മുടെ നേരെ പെട്ടെന്നൊരു സംഗതി ചാടി വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരാൾ പെട്ടെന്ന് റിഫ്ലക്സ് ആക്ഷൻ വഴി പ്രതികരിക്കും. ഈ റിഫ്ലക്സ് സ്ലോ ആകുന്നത് കൊണ്ട് നിങ്ങൾ മദ്യത്തിൻ്റെ ഇൻഫ്ലുവൻസിലാണെങ്കിൽ, അതാണ് ലോകത്തെല്ലായിടത്തും ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഒരു ക്രൈമായിട്ട് തന്നെ കണക്കാക്കുന്നത്. കാരണം ഡ്രൈവിങ്ങിനിടയ്ക്ക് നമുക്ക് എസെൻഷ്യലി വേണ്ട ചില സ്കില്ലുകളാണ് ഈ റിഫ്ലക്സ് ആക്ഷൻ. പെട്ടെന്നൊരു തടസ്സം നമ്മുടെ മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ചറിഞ്ഞ് പെട്ടെന്ന് വണ്ടി നിർത്താൻ വേണം. ലോകത്തെല്ലായിടത്തും ഡ്രൈവിംഗ് അണ്ടർ ഇൻഫ്ലുവൻസ് ഒരു ക്രൈമായിട്ട് കണക്കാക്കുന്നതിൻ്റെ കാരണം അതാണ്. കാരണം നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഈ റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ വാഹനം നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. പെട്ടെന്നൊരു തടസ്സം കണ്ടു, വണ്ടി ചവിട്ടി നിർത്താൻ നമുക്ക് പറ്റുന്നത് നമുക്കിത് കണ്ട് വളരെ പെട്ടെന്ന് തീരുമാനം എടുക്കാനുള്ളൊരു ഫാസ്റ്റ്നെസ് നമ്മുടെ ബ്രെയിനിനും പ്രവർത്തനങ്ങൾക്കും ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ അണ്ടർ ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഇതില്ലാതെ വരും. അപ്പോൾ അങ്ങനെയുള്ളവർ അപകടം ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാസവസ്തു ഉണ്ടെങ്കിൽ അത് ആൽക്കഹോളാണ്. കാരണം അണ്ടർ ഇൻഫ്ലുവൻസ് ആൾക്കാർ വാഹനം ഓടിക്കുമ്പോൾ അവരുടെ ഈ കോർഡിനേഷൻ പോവും, അവർക്ക് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ കഴിയത്തില്ല, അവരുടെ ഡിസിഷൻ മേക്കിംഗ് സ്ലോ ആവും. മസ്തിഷ്കത്തിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അവിടുത്തെ ഈ മന്ദഗതിയിലാക്കൽ, അവിടുത്തെ പ്രവർത്തനങ്ങളെ മന്ദഗതിയിലാക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂട്ടാമേറ്റിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന വഴിയാണ് ഈ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിലാണ് നമ്മുടെ ജഡ്ജ്മെൻറ്റുകൾ നടക്കുന്നത്. ചുറ്റുപാടുകളെ വിലയിരുത്താനും കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സാണ്. അവിടെ മസ്തിഷ്കത്തിൻ്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ മദ്യം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പാളും. അപ്പോൾ ഈ വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതുകൊണ്ട് ആ സമയത്ത് വല്ലാത്ത അഡ്വഞ്ചറസ് ആയിരിക്കും ആൾക്കാർ, ഭയങ്കര റിസ്ക് ടേക്കിംഗ് ബിഹേവിയറാണ്. അപ്പോൾ ഇല്ലാത്ത ധൈര്യം വരുന്നതായിട്ട് ആളുകൾക്ക് അനുഭവപ്പെടുന്നത് ആ സമയത്താണ്. ധൈര്യം വരുന്നതല്ല, വരും വരായികളെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ചിലത് പറയാനുള്ള ധൈര്യത്തിന് വേണ്ടി രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് അത് കഴിക്കാൻ പറ്റുന്നത്? സാധാരണഗതിയിൽ ഇത് പറഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസ് നമ്മൾ മനസ്സുകൊണ്ട് ഒരു കണക്കുകൂട്ടൽ നടത്തിയിട്ടാണ് നമ്മളിത് ചെയ്യണോ അല്ലെങ്കിൽ പറയണോ എന്നൊക്കെയുള്ള തീരുമാനം എടുക്കുന്നത്. മദ്യം അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ തീരുമാനം എടുക്കൽ മുഴുവൻ പാളും. അപ്പം വരും വരായികളെക്കുറിച്ചുള്ള കാൽക്കുലേഷൻ തെറ്റും. അപ്പോൾ നമുക്ക് അതുവരെ പറയാനോ ചെയ്യാനോ കഴിയാതിരുന്ന പല കാര്യങ്ങളും പറയാനും ചെയ്യാനുമുള്ള ധൈര്യം വരുന്നതാണ്. അത് ധൈര്യമാണോ മണ്ടത്തരമാണോ എന്ന് നമുക്ക് ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഇതിനൊക്കെ പുറമെ മസ്തിഷ്കത്തിൻ്റെ മെമ്മറി കൈകാര്യം ചെയ്യുന്ന ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന ഭാഗത്തെ ബാധിക്കുന്ന ലെവലിലേക്ക് നിങ്ങളുടെ മദ്യപാനം പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി ബ്ലാക്ക് ഔട്ട് ഉണ്ടാവും. പല കാര്യങ്ങളും മെമ്മറിയിൽ നേരെ രജിസ്റ്റർ ആവാതെ പോകും. അതാണ് കഴിഞ്ഞ തവണ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് ചില മദ്യപാനികൾ പിന്നീട് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നത്. കാരണം ഹിപ്പോ ക്യാമ്പസിനെ അഫക്റ്റ് ചെയ്യുന്നതോടുകൂടി മെമ്മറി രജിസ്റ്റർ ചെയ്യുന്നുള്ള കപ്പാസിറ്റി നഷ്ടപ്പെടും, ബ്ലാക്ക് ഔട്ട് സംഭവിക്കും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മദ്യം നമ്മുടെ ശരീരത്തിൽ വലിയ തരത്തിലുള്ള സ്വാധീനം ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഇതിനൊക്കെ റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് നമ്മൾ എത്രത്തോളം ആൽക്കഹോൾ അകത്തേക്ക് ചെല്ലുന്നു എന്നുള്ളതാണെന്ന് ഊഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്കറിയാം ആൽക്കഹോളിക് എന്ന് പറയുന്ന എല്ലാ പാനീയങ്ങളിലും ആൽക്കഹോൾ എന്ന് പറയുന്ന രാസവസ്തുവിൻ്റെ അളവ് ഒരുപോലെയല്ല. ഇപ്പോൾ ബിയറിലുള്ളതിനേക്കാൾ കൂടുതലാണ് വൈനിലുള്ള ആൽക്കഹോളിൻ്റെ അളവ്. നമ്മൾ റമ്മ്, വിസ്കി, ബ്രാൻഡി എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതെല്ലാം ഡിസ്റ്റിലേഷനിലൂടെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മളുടെ ഇടപെടലിലൂടെ അതിനകത്ത് നാച്ചുറലി ഉണ്ടാകുന്ന ഫെർമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ആൽക്കഹോളിൻ്റെ അളവ് നമ്മളുടെ ഇടപെടലിലൂടെ കൂടുതൽ കോൺസെൻട്രേറ്റഡ് അളവിൽ സ്പിരിറ്റ് അതിനകത്ത് വരുമ്പോഴാണ് ഈ ഡ്രിങ്കുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ ഡ്രിങ്കുകളും ഒരുപോലെ ഇതേ പ്രഭാവങ്ങൾ ഉണ്ടാക്കാത്തതിൻ്റെ കാരണം അതിനകത്തുള്ള ആൽക്കഹോൾ എന്ന് പറയുന്ന തന്മാത്ര അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന രാസവസ്തുവിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന പാനീയത്തിൻ്റെ അളവിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ആ പാനീയത്തിൽ ആൽക്കഹോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതാണ് ഈ പറയുന്ന ഫലങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും അത് എങ്ങനെ ഏതവസ്ഥയിലാണ് എത്തുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ ഭക്ഷണത്തോടൊപ്പമാണ് ആൽക്കഹോൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണവുമായിട്ട് കമ്പീറ്റ് ചെയ്തിട്ട് വേണം ശരീരത്തിന് ഈ ആൽക്കഹോളിനെ അബ്സോർബ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് ആൽക്കഹോളിൻ്റെ അബ്സോർപ്ഷൻ്റെ നിരക്ക് കുറവായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിലേക്ക്, രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെട്ട ആൽക്കഹോൾ ലിവറിന് പ്രോസസ്സ് ചെയ്യാൻ കിട്ടുന്ന സ്പീഡ് താരതമ്യേന കുറവായിരിക്കും.
അപ്പോൾ നിങ്ങൾക്ക് ശരീരത്തിന് ആൽക്കഹോളിനെ ഡീൽ ചെയ്യാൻ താരതമ്യേന കഴിയും. എന്നാൽ വെറും വയറ്റിലാണ് നിങ്ങൾ മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ മദ്യം വളരെ പെട്ടെന്ന് തന്നെ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ പെട്ടെന്ന് അതായത് ഒരു ദിവസം ഒരു പ്രത്യേക ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം 100 പേരാണ് എന്ന് വെച്ചോളൂ. അപ്പോൾ ആ ഒരു ദിവസം എന്ന് പറയുന്ന ഒരു 8 മണിക്കൂർ കൊണ്ടാണ് ഈ 100 പേര് പലപ്പോഴായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ആ കൗണ്ടറിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, അത് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 100 പേരും കൂടെ 1 മിനിറ്റിനുള്ളിൽ വന്നാലോ, അപ്പോൾ ആ കൗണ്ടറിൻ്റെ പ്രവർത്തനത്തിന് അവിടെ തടസ്സം സൃഷ്ടിക്കപ്പെടും. അതുപോലെ തന്നെയാണ് ഇത്രയും ആൽക്കഹോളും കൂടെ ഒരുമിച്ചാണ് അകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യാനുള്ള കാര്യത്തിൽ നമ്മുടെ ലിവറിന് ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടും. അപ്പോൾ അതുണ്ടാക്കുന്ന പ്രഭാവം നമുക്ക് എന്തുകൊണ്ട് സംഭവിക്കുന്നു, അല്ലെങ്കിൽ മസ്തിഷ്ക ബ്രെയിൻ കെമിസ്ട്രി അത് എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഇതുപോലെ സൈക്കോ ആക്റ്റീവായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ മനുഷ്യൻ സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കുന്നതും പ്രകൃതിയിൽ നിന്ന് കണ്ടെത്തുന്നതൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കഞ്ചാവ് എന്ന് പറയുന്നത് സൈക്കോ ആക്റ്റീവ് ഇഫക്റ്റുള്ള ഒരു രാസവസ്തുവാണ്. അതൊരു പ്ലാന്റിൽ നിന്നാണ് വരുന്നത്, നമുക്കറിയാം. കഞ്ചാവ് ചെടിയിൽ നിന്നാണ് വരുന്നത്. അതുപോലെ മെത്തെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന MDMA എന്നൊക്കെ വിളിക്കുന്ന സിന്തറ്റിക്കായിട്ട് രാസപരമായിട്ട് നമ്മൾ ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന രാസവസ്തുക്കളുണ്ട്. ഇതിനെല്ലാം ഒരു സൈക്കോ ആക്റ്റീവ് സ്വഭാവമുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാം, കഞ്ചാവ് പല സ്ഥലങ്ങളിലും ഇല്ലീഗലാണ്, ചില സ്ഥലങ്ങളിൽ ലീഗലാണ്. പക്ഷേ പല സിന്തറ്റിക് ഡ്രഗുകളും ലോകത്ത് എല്ലായിടത്തും ഇല്ലീഗലായിട്ട് പരിഗണിക്കപ്പെടുന്ന ഡ്രഗുകളാണ്. ഇത്തരം പലതരം വസ്തുക്കൾ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ കൂട്ടത്തിൽ ആൽക്കഹോളിൻ്റെ സ്ഥാനം എവിടെയാണ്, അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ അപകടകാരികളുടെ ഒരു റാങ്കിങ് എടുത്തു കഴിഞ്ഞാൽ ആൽക്കഹോളിൻ്റെ റാങ്ക് എത്രാമത്തെ ആയിട്ടായിരിക്കും വരുന്നത്? ഒരുപക്ഷെ പത്രവാർത്തകളൊക്കെ കേട്ടാൽ നമുക്ക് തോന്നുക ആൽക്കഹോൾ ഈ കൂട്ടത്തിൽ താഴെയും ബാക്കി ഡ്രഗ്സ് എല്ലാം ഇതിന് മുകളിലുമായിരിക്കും എന്നാണ്. പക്ഷേ സയൻറ്റിഫിക് ആയിട്ടുള്ള പല പഠനങ്ങളുടെയും കൺക്ലൂഷൻ എന്ന് പറയുന്നത് മനുഷ്യർക്ക്, അത് ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന നിലയിലോ ഏറ്റവും കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ള സൈക്കോ ആക്റ്റീവ് രാസവസ്തു എന്ന് പറയുന്നത് ഇതിൽ ആൽക്കഹോളാണ്. ആൽക്കഹോളിനെ ശരീരം നേരിട്ട് ഒരു വിഷവസ്തുവായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ കൂട്ടത്തിൽ അത്യാവശ്യം നല്ല അഡിക്റ്റീവ് സ്വഭാവമുള്ളത്, അതായത് നിങ്ങളെ ആസക്തിയിലേക്ക് എത്തിക്കാൻ ആൽക്കഹോളിന് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കഞ്ചാവിന് നിങ്ങളിൽ ആസക്തി ഉണ്ടാക്കാൻ സാധിക്കില്ല. അതായത് നിങ്ങളെ അതിനോട് ഡിപ്പെൻഡൻ്റ് ആക്കാനുള്ള കഴിവ് കഞ്ചാവിനില്ല. പക്ഷേ അത് ആൽക്കഹോളിന് നന്നായിട്ടുണ്ട്. ഈ പറഞ്ഞ പല സിന്തറ്റിക് ഡ്രഗ്, നമുക്ക് ഈ സിന്തറ്റിക് ഡ്രഗുകളിലേക്കുള്ള വിശദമായിട്ടുള്ളൊരു ആലോചനയ്ക്ക് ഇപ്പോൾ സമയമില്ല. നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ആൽക്കഹോളിലാണ്. ഇവിടെ ഒരു താരതമ്യം മാത്രമാണ് ചെയ്യുന്നത്. മറ്റ് പല പേരുകേട്ട ഹെറോയിൻ, കൊക്കൈൻ ഇങ്ങനെയുള്ള പല രാസവസ്തുക്കളുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ ശരീരത്തിന് പെട്ടെന്ന് അഡിക്ഷൻ ഉണ്ടാക്കുന്നത് ആ കഴിവുള്ളത് ആൽക്കഹോളിനാണ്. പക്ഷേ ആൽക്കഹോൾ ലോകത്ത് എല്ലായിടത്തും പരക്കെ ലീഗലാണ്, വളരെ വൈഡ്ലി ആക്സസിബിൾ ആണ്. സർക്കാരുകൾ തന്നെ ഇത് ഉണ്ടാക്കുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ ഇൻഡസ്ട്രികൾ, വലിയ വ്യവസായങ്ങൾ ആൽക്കഹോളിനെ ചുറ്റിപ്പറ്റിയുണ്ട്. ബാക്കി രാസവസ്തുക്കളെല്ലാം പൊതുവെ ഇല്ലീഗലാണ്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ആ ഒരു താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഈ കണ്ട സ്റ്റാറ്റസിലേക്ക് ഇവ വരുന്നത് എന്നുള്ളതാണ്. 2010 ലാൻസെറ്റ് എന്ന പ്രസിദ്ധമായിട്ടുള്ള ജേണലിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു പേപ്പറുണ്ട്. അതിൻ്റെ കൺക്ലൂഷൻ ഇതാണ്: ഹാം ടു ഇൻഡിവിജ്വൽ, ഹാം ടു സൊസൈറ്റി, ഈ 2 ക്രൈറ്റീരിയനുള്ള റാങ്കിങ്ങിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ആൽക്കഹോളാണ്. കാരണം ഏറ്റവും കൂടുതൽ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൽക്കഹോളാണ്. അഡിക്ഷൻ പോലുള്ള പ്രശ്നങ്ങൾ കാരണം ഇൻഡിവിജ്വൽ ഹെൽത്തുമായിട്ടും സോഷ്യൽ ഫാമിലി ലൈഫുമായിട്ടും ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ആൽക്കഹോളാണ്. ബാക്കി ഈ പറഞ്ഞ കനാബിസിൻ്റെയൊക്കെ റോള് അതിൽ വളരെ താഴെയാണ്. ഇനി ഇതിൻ്റെ ലീഗൽ സ്റ്റാറ്റസ് നമ്മൾ പരിഗണിക്കണം. ലോകത്ത് വളരെ പരക്കെ ലീഗലായിട്ടുള്ള, വളരെ വൈഡ്ലി ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സൈക്കോ ആക്റ്റീവ് രാസവസ്തുവാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത്. പക്ഷേ ബാക്കി പല സൈക്കോ ആക്റ്റീവ് രാസവസ്തുക്കളും നമുക്കിങ്ങനെ ലഭ്യമല്ല, പലതും ഇല്ലീഗലാണ്. പക്ഷേ ഇവയെല്ലാം ഇല്ലീഗലാകുന്ന ഒരു ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് സയൻറ്റിഫിക് ആയിട്ടുള്ള പർപ്പസ് കൊണ്ടല്ല, അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺസ് അല്ല ഇവയുടെ ലീഗലൈസേഷനോ പ്രൊഹിബിഷനോ ഒക്കെ കാരണമായിരിക്കുന്നത്. പലപ്പോഴും അതിനകത്ത് കൾച്ചറൽ റീസൺസ് ഉണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ റീസൺസും ഇക്കണോമിക് റീസൺസും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ചില പ്രത്യേക ജനവിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേകതരം ഡ്രഗ്സ് ആ ജനങ്ങളുടെ മുകളിൽ കൺട്രോൾ സ്ഥാപിക്കുന്നതിനും അവരെ നിയന്ത്രിക്കുന്നതിനും അടിച്ചമർത്തുന്നതിനും ഒക്കെ ആയിട്ടാണ് ആദ്യമായിട്ട് ഇല്ലീഗലാക്കുന്നത് എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ബാനുകളുടെയും പ്രൊഹിബിഷനുകളുടെയും ഒക്കെ ചരിത്രം. ഇതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പല കെമിക്കൽ ആയിട്ട് സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗുകളും ഉണ്ടാക്കാൻ എളുപ്പമാണ്. ആൽക്കഹോൾ പോലെ ഒരു ലോങ് ഡിസ്റ്റിലേഷൻ പ്രോസസ്സൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡൗൺ സൈഡ് എന്ന് പറയുന്നത് അവിടെയാണ് പ്രധാനമായിട്ടും കിടക്കുന്നത്. ഇപ്പോൾ ഇത് ലീഗലായി കഴിഞ്ഞാൽ, ലീഗലാവുമ്പോൾ വളരെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ
ഈസിലി ആക്സസിബിൾ ആവും. അപ്പോൾ അങ്ങനെ ഒരു ലീഗൽ സ്റ്റാറ്റസിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന സൈക്കോ ആക്റ്റീവ് സംഗതികൾക്ക് കൂടുതൽ ആക്സസിബിൾ ആകാൻ കഴിയും. കൂടുതൽ പേര് അത് ഉപയോഗിക്കാനും അതുകൊണ്ട് തന്നെ കൂടുതൽ പേര് അത് അബ്യൂസ് ചെയ്യാനുമുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇതൊരു സോഷ്യൽ കൺസിഡറേഷനാണ്. ഇങ്ങനെ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് ഇതിനെ ഇല്ലീഗലാക്കുമ്പോൾ ഇതിന് പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവാണ്. പക്ഷേ ഇല്ലീഗലായതുകൊണ്ട് അതിൻ്റെ അവൈലബിലിറ്റിയായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ റിസ്ക് ഉണ്ട്. അപ്പോൾ അതിന് സ്ട്രീറ്റ് അവൈലബിലിറ്റി പ്രൈസ് ഭയങ്കരമായിട്ട് കൂടും, ലാഭം കൂടും. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവായിരിക്കുകയും എന്നാൽ ഇല്ലീഗലായതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുത്ത് മാത്രമാണ് സപ്ലൈ നടക്കുകയും ചെയ്യുന്നുള്ളതുകൊണ്ട് അത് വലിയ വിലയ്ക്കായിരിക്കും പലപ്പോഴും ബിഹൈൻഡ് ദ കർട്ടൻ വിൽക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ആളുകൾക്ക് ഈ എടുക്കുന്ന റിസ്കിനനുസരിച്ച് വളരെ വലിയ പ്രോഫിറ്റ് കിട്ടും. ഇങ്ങനെ വളരെ വലിയൊരു ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടാകുന്നതിനും വലിയൊരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റുകൾ ഉണ്ടാകുന്നതിനുമൊക്കെ ഇത് കാരണമാകും. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വിഷയമാണ്. പലപ്പോഴും നമ്മളുടെ പത്രങ്ങളിലേക്ക് ചർച്ച കണ്ടു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ടൊരു വിഷയമായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അത് അങ്ങനെ അല്ല എന്ന് സൂചിപ്പിക്കാനാണ് ആൽക്കഹോളിനെ കുറിച്ചുള്ള ചർച്ചയിൽ അതുകൂടി നമ്മളൊന്ന് പരാമർശിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും സ്കൂളുകളിലൊക്കെ ഡ്രഗ് അവയർനെസ് ക്യാമ്പൊക്കെ നമ്മൾ നടത്തുമ്പോൾ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ നിരന്തരമായിട്ട് നമ്മൾ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനൊക്കെ നടക്കുന്നുണ്ട്. അതിലെല്ലാം ആൽക്കഹോൾ പതിയെ അങ്ങ് തഴയപ്പെടുകയും ബാക്കി വസ്തുക്കൾക്ക് ഒരു അനാനുപാതികമായിട്ടുള്ളൊരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ അവയ്ക്ക് മുകളിൽ ഒരു ഡോമിനൻസ് ചർച്ചയിൽ കിട്ടുകയും ചെയ്യും. പക്ഷേ ആൽക്കഹോളിനെ കുറിച്ച് നമ്മൾ പൊതുവെ സംസാരിക്കേണ്ടതുണ്ട്. അതിനൊരു വേറൊരു കാരണം കൂടി നമ്മൾ കാണുന്നത് ഒരു സാമ്പത്തികമായിട്ടുള്ള റീസണാണ്. ആൽക്കഹോളുകളെ ചുറ്റിപ്പറ്റിയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രികളുള്ളത്. നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മറ്റ് ഡ്രഗ്സിനെ ബാൻ ചെയ്യുന്നതിൽ, പ്രത്യേകിച്ച് കനാബിസ് പോലുള്ള ഡ്രഗ്സിനെ ബാൻ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ലോബിയിങ് ചെയ്തിരിക്കുന്നത് ഈ ആൽക്കഹോൾ ടുബാക്കോ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ സൈക്കോ ആക്റ്റീവ് ഇഫക്റ്റുള്ള യൂഫോറിയ കൊടുക്കാൻ കഴിയുന്ന ആളുകളെ ഈ രീതിയിൽ മോഹിപ്പിക്കാൻ കഴിയുന്ന ഈ രാസവസ്തുക്കളെ ചുറ്റിപ്പറ്റി വലിയ ഇൻഡസ്ട്രികൾ നിൽക്കുമ്പോൾ, അപ്പോൾ വലിയ ക്യാപിറ്റൽ കൈകാര്യം ചെയ്യുമ്പോൾ അവയ്ക്ക് കൂടുതൽ ലോബിയിങ് പവർ ഉണ്ടാകും. നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കാണുന്ന രീതിയിൽ ഈ വലിയ ചർച്ചകൾ ഇവിടെ നടക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒന്നിനെ മറ്റൊന്നിന് മുകളിലോ താഴെയോ കാണിക്കാനല്ല ഇത് പറയുന്നത് ഇത്രയും ചർച്ചകൾ നമ്മൾ സൈക്കോ ആക്റ്റീവായിട്ടുള്ള രാസവസ്തുക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആൽക്കഹോളിനെ നമ്മൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നൊരു പരാതിയുടെ പുറത്താണ്. ആൽക്കഹോള് ഏത് രീതിയിൽ ഈവൻ മോഡറേറ്റ് അളവിൽ പോലും നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യാൻ കഴിയുന്നൊരു രാസവസ്തു തന്നെയാണ്. അക്കാര്യത്തിൽ സയൻറ്റിഫിക്കലി തർക്കമൊന്നുമില്ല. പക്ഷേ ഏറ്റവും അവസാനം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ റിയാലിറ്റി കൂടി അഡ്രസ്സ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ ആൽക്കഹോൾ ലീഗലാണ്, വളരെ വൈഡ്ലി ആക്സസിബിളാണ്, അവൈലബിളാണ്. ഒരുപാട് പേര് വൈഡായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ന് ഞാൻ എടുത്ത് പറയുമ്പോൾ കേരളത്തെയല്ല ഉദ്ദേശിക്കുന്നത്, ഇന്ത്യയെ മൊത്തത്തിലാണ്. പൊതുവിൽ പത്രങ്ങൾ കണ്ടാൽ നമുക്ക് തോന്നും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ബാറുകളുള്ളത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ മദ്യം കഴിക്കുന്നത്. അത് കേരളത്തിലെ കണക്ക് മാത്രം എടുത്തിട്ട് കേരളത്തിലെ മീഡിയകൾ വാർത്ത ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഒരു പക്ഷപാതം മാത്രമാണ്. കേരളത്തിന് പുറത്ത് നിങ്ങൾ യാത്ര ചെയ്താൽ മനസ്സിലാവും, കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ മദ്യശാലകൾ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ മദ്യം കഴിക്കുന്നവരുടെ അളവിലും കേരളമല്ല മുമ്പിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ മദ്യത്തിലൂടെ വരുമാനം ഉണ്ടാക്കുന്ന സർക്കാരുകളെ കണക്കെടുത്താലും കേരള സർക്കാരല്ല മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമാണെന്ന് കരുതി നമ്മൾ സ്വയം ഇകഴ്ത്തേണ്ട കാര്യമില്ല. പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ്, വളരെ ആക്സസിബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് മദ്യം. അപ്പോൾ എത്രയൊക്കെ ദോഷമുണ്ടെന്ന് പറഞ്ഞാലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ പലരും മദ്യം കഴിക്കാതിരിക്കാൻ പോകുന്നില്ല. അതിന് പറ്റിയൊരു കാരണമായിട്ട് അവർക്ക് അനുഭവപ്പെടണമൊന്നുമില്ല. അപ്പോൾ ചില ഗൈഡ് ലൈൻസ് മാത്രം, സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ചില ഗൈഡ് ലൈൻസ് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഏറ്റവും ആദ്യം ശരീരത്തിലേക്ക് എത്തുന്ന ആൽക്കഹോളിൻ്റെ അളവ്, അത് എത്ര വേഗത്തിലെത്തുന്നു, ഇതാണ് അത് ശരീരത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ലോങ് ടേം ഇഫക്ട്സിൻ്റെയും ഷോർട്ട് ടേം എഫക്ട്സിൻ്റെയും ഒക്കെ അളവ് തീരുമാനിക്കുന്നത്. അപ്പോൾ സേഫ് ലിമിറ്റ് നിർത്തുക. ഇന്ന് പല പഠനങ്ങളും പറയുന്നത് ഒരാഴ്ചയിൽ ഒരു 14 യൂണിറ്റാണ് നമ്മളുടെ ഒരു സേഫ് ലിമിറ്റ്. ഇതൊരു മാക്സിമം ലിമിറ്റാണ്, ടാർഗറ്റ് അല്ല പറയുന്നത്. 14 യൂണിറ്റ് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഏതാണ്ട് 10 ml ആൽക്കഹോളിന് തുല്യമാണ്. 10 ml ആൽക്കഹോൾ, മൊത്തം ഡ്രിങ്കിൻ്റെ അളവല്ല. ഒരു യൂണിറ്റ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 10 ml ആണ്. ചെറിയ വ്യത്യാസമൊക്കെ ശരീരത്തിനനുസരിച്ചൊക്കെ ഉണ്ടാവും, എന്നാലും റഫ് എന്ന് പറയുന്നത് ഒരു 10 ml ആണ് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 140 ml ഒരാഴ്ച നിങ്ങൾക്ക് വലിയ തട്ടുകേടില്ലാതെ ഉപയോഗിക്കാൻ കഴിയും. ആവർത്തിക്കുന്നു, ഇത് ടാർഗറ്റ് അല്ല, മാക്സിമം ലിമിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇതും ഈ 140 ml കൂടെ ഒറ്റ ഇരിപ്പിന് നിപ്പനടിക്കാൻ പോകുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. ഈ ഒരാഴ്ച ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെടുക്കാം. 2, ഭക്ഷണത്തോടൊപ്പം, ആൽക്കഹോൾ എടുക്കുന്നതിന് മുമ്പും ആൽക്കഹോളിനോടൊപ്പവും ഭക്ഷണം കൂടി കഴിക്കാൻ ശ്രമിക്കുക. ആ ഭക്ഷണം പരമാവധി ന്യൂട്രീഷ്യസ് ആയിരിക്കാൻ ശ്രമിക്കുക. ജങ്ക് ഫുഡിനോടൊപ്പം കഴിക്കാതിരിക്കുക. ഭക്ഷണത്തോടൊപ്പം ആകുമ്പോൾ ആൽക്കഹോളിൻ്റെ അബ്സോർപ്ഷൻ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലിവറിന് മുകളിലുള്ള അടിമപ്പണി എടുപ്പിക്കൽ, അല്ലെങ്കിൽ ലിവറിനെ നിങ്ങൾ അധിക പണി കൊടുത്ത് കഷ്ടപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ പറ്റും. ഭക്ഷണത്തോടൊപ്പം ആൽക്കഹോൾ എടുക്കാൻ ശ്രമിക്കുക, വെറും വയറ്റിൽ കഴിക്കാതിരിക്കുക.
ഇനി ആൽക്കഹോളിൻ്റെ വളരെ വൈഡ്ലി നോൺ ആയിട്ടുള്ള ഒരു പ്രഭാവം എന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോണിനെ തടയുന്നുണ്ട്. ഈ വാസോപ്രസിനാണ് ശരിക്കും ആൻറ്റി ഡയോററ്റിക് ആക്ഷനുള്ള ഹോർമോൺ. ആൻറ്റി ഡയോററ്റിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ടുള്ള വാക്കാണ്. ശരീരത്തിൽ നിന്നുള്ള ജലത്തിൻ്റെ റീഅബ്സോർപ്ഷൻ, നമ്മുടെ കിഡ്നിയിലൂടെ ഫിൽട്ടർ ചെയ്യപ്പെടുമ്പോൾ വെള്ളത്തെ ശരീരത്തിലേക്ക് തിരിച്ച് അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൽക്കഹോൾ എടുക്കുമ്പോൾ വാസോപ്രസിൻ സപ്രസ് ചെയ്യപ്പെടുകയും ഈ വെള്ളത്തിൻ്റെ റീഅബ്സോർപ്ഷൻ നടക്കാതിരിക്കുകയും ചെയ്യും. റീഅബ്സോർപ്ഷൻ നടക്കില്ല എന്ന് പറഞ്ഞാൽ കിഡ്നിയിലൂടെ കൂടുതൽ വെള്ളം ശരീരത്തിലേക്ക് തിരിച്ചെടുക്കുന്നതിന് പകരം അത് മൂത്രത്തിലേക്ക് വരാൻ തുടങ്ങും. അങ്ങനെ അതുകൊണ്ടാണ് ആൽക്കഹോൾ എടുക്കുമ്പോൾ ആൾക്കാർ കൂടുതൽ മൂത്രം ഒഴിക്കുന്നത്. കൂടുതൽ മൂത്രം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ശരീരത്തിൽ നിന്നും കൂടുതൽ വെള്ളം നഷ്ടപ്പെടുകയാണ്. ശരീരത്തിൽ നിന്നും കൂടുതൽ വെള്ളം നഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന അവസ്ഥ, നിർജ്ജലീകരണം എന്ന് പറയുന്ന അവസ്ഥ വരും. മദ്യപാനമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന തലവേദനയോടുകൂടി വരുന്നൊരു സംഗതി ഉണ്ടല്ലോ, പൊതുവെ ഹാങ് ഓവർ എന്ന് വിളിക്കുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് വരുന്നത് ഈ ഡീഹൈഡ്രേഷൻ കാരണമാണ്. അപ്പോൾ ആൽക്കഹോൾ നിങ്ങൾക്ക് കഴിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ മതിയായ അളവിൽ വെള്ളം കൂടി കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക. കാരണം ശരീരത്തിൽ നിന്നുള്ള റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടറിനെ ഇത് സപ്രസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും കൂടുതൽ വെള്ളം നഷ്ടപ്പെടുന്നുണ്ട്. വെള്ളം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ മറ്റ് പല പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കും. പ്രത്യേകിച്ച് മസ്തിഷ്കത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം കിട്ടാതെ വരുമ്പോഴത്തേക്കും മസ്തിഷ്കത്തിലെ കോശഭാഗങ്ങൾ ചുരുങ്ങാൻ തുടങ്ങും. അതിനെ തുടർന്നാണ് തലവേദന ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഹാങ് ഓവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളും ഈ വെള്ളം ശരീരത്തിൽ നിന്ന് കൂടുതൽ നഷ്ടപ്പെടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അത് എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാമെന്ന് കൂടി ആലോചിക്കുക. ഇനി ഏറ്റവും പ്രധാനം, ആവർത്തിക്കുന്നു, മദ്യപാനത്തെ റെക്കമെൻഡ് ചെയ്യുന്നതല്ല ഇത്. നിങ്ങൾക്ക് കഴിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ വലിയ തട്ടുകേടുണ്ടാകാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട ചില മുൻകരുതലുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത് എന്നുള്ള നമ്മുടെ മോട്ടിവേഷൻ, നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത് എന്നുള്ള നമ്മുടെ പാറ്റേൺ, ഇത് രണ്ടും ഒന്ന് ചെക്കിൽ വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇമോഷണൽ റീസൺ കാരണം കഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, ഇറ്റ്സ് എ റെഡ് ഫ്ലാഗ്. അതായത് നിങ്ങൾ റീക്രിയേഷണൽ പർപ്പസിനല്ല, പകരം നിങ്ങൾ ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പല ആളുകളും പറയുമല്ലോ, ഭയങ്കര സങ്കടമാണ് അല്ലെങ്കിൽ ടെൻഷനാണ്, 2 അടിച്ചിട്ട് ഉറങ്ങിയാലേ പറ്റുള്ളൂ. അതൊരു അപകടം പിടിച്ച ചിന്താഗതിയാണ്. ഇതിൽ നിങ്ങൾ വീടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ പെട്ടെന്ന് മദ്യം നിങ്ങളെ കുടിക്കുന്ന അവസ്ഥ, നിങ്ങൾ മദ്യത്തെ കുടിക്കുന്നതിന് പകരം മദ്യം നിങ്ങളെ കുടിക്കുന്ന അവസ്ഥ എത്താനുള്ള സാധ്യതയുണ്ട്. ഈ പാറ്റേൺസ് നോക്കുക. നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലോ, നിങ്ങൾ ഇമോഷണൽ റീസൺസ് കാരണം സ്ട്രെസ്സോ സാഡ്നെസ്സോ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി കഴിക്കുന്നുണ്ടെങ്കിലോ ഒക്കെ അതൊരു റെഡ് ഫ്ലാഗ് ആണ് എന്ന് മറക്കാതെ ഓർമ്മിക്കുക. അപ്പോൾ പിന്നെയും ആവർത്തിക്കട്ടെ, ഇവിടെ പറഞ്ഞത് സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മസ്തിഷ്കത്തിലുള്ള ഈ ബ്രെയിൻ കെമിസ്ട്രിയെ ബാധിക്കുന്നത് ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾ കാരണം നമുക്ക് സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ, ഈ ലിവറിന് അധിക പണി കൊടുക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ അറിയാമല്ലോ, ഫാറ്റി ലിവർ, പിന്നെ സിറോസിസ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് മദ്യം നമ്മളെ കൊണ്ടെത്തിക്കുന്നതിന് കാരണം ഇതാണ്. ലിവറിന് ഈ വിഷം കൈകാര്യം ചെയ്യുന്നത് പോലെ വേണം ഇതിനെ കൈകാര്യം ചെയ്യാൻ. നിങ്ങൾ ലിവറിന് കഴിയാവുന്നതിൽ കൂടുതൽ പണി അതിന് കൊടുത്തുകൊണ്ടിരുന്നാൽ 1 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് പെർ അവറാണ് നമ്മുടെ ലിവറിൻ്റെ കപ്പാസിറ്റി. 1 സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10 ഗ്രാം ആൽക്കഹോളാണ്. ഇത്രയും ആൽക്കഹോൾ കൂടുതൽ ഒരു അവറിൽ നിങ്ങളുടെ ശരീരത്തിൽ 1 മണിക്കൂറിൽ നിങ്ങളുടെ ലിവറിന് കൈകാര്യം ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ലിവറിലെ കോശങ്ങൾക്ക് സാരമായ പ്രശ്നം ഇതുണ്ടാക്കും. അങ്ങനെയാണ് ഫാറ്റി ലിവറും സിറോസിസും പോലുള്ള അവസ്ഥയിലേക്ക് പോകുന്നത്. അപ്പോൾ കഴിച്ചേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ അവസാനം പറഞ്ഞത്. പക്ഷേ ശരീരം ആൽക്കഹോളിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു വിഷവസ്തുവായിട്ട് തന്നെയാണ് എന്ന് നമ്മൾ മറക്കാതിരിക്കുക. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.